Hello friends, today we will discussing about the topic Directive Principle of State Policy. Directive Principle of State Policy നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് Directive Principle of State Policy എന്ന് പറയുന്നത്. ഈ Directive Principle of State Policy എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, അഡ്മിനിസ്ട്രേറ്റർ, എക്സിക്യൂട്ടീവ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് അവരെടുക്കുന്ന പോളിസിക്കിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾസ് വരുന്നത്. 36 to 51. പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ച് പറയുന്ന പാർട്ട് 4 ആണ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബോറോ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ബോറോ ചെയ്തിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പം മാത്രമല്ല ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആൻഡ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ, അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ കീഴിൽ വരുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, പിന്നെ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ. അത് ഏതൊക്കെ ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഇപ്പോൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ വരുമ്പോൾ 38 to 47 ആണ് വരുന്നത്. പിന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണെങ്കിൽ 40 to 48 വരുന്നുണ്ട്. ലിബറൽ ആണെങ്കിൽ 44 to 51 ആണ് വരുന്നത്. ഇപ്പോൾ 38ൽ നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളും ഗാന്ധിയൻ പ്രിൻസിപ്പിളും ഒരേപോലെ വരുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ 47 ആണ്. 47ഉം പിന്നെ 47ഉം 43 ആണ് സെയിം ആയിട്ട് വരുന്നത്. 47ഉം 43ഉം ഇത് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ അടുത്തത് ലിബറൽ ഇൻ്റലക്ച്വൽ ആൻഡ് ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെ ആർട്ടിക്കിളാണെന്ന് നോക്കാം. അത് ആർട്ടിക്കിൾ 48 വരുന്നുണ്ട്. ഇവിടെ അതേപോലെ ആർട്ടിക്കിൾ 48 വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി പറയുന്നത് ആർട്ടിക്കിൾ 38, 39 ഒരേപോലെയാണ് വരുന്നത്. 38, 39A. പിന്നെ 40 വരുന്നത് ഒറ്റയായിട്ട് ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ഇനി ഇവിടെ വരുന്നത് 41ഉം 42, 43 ആൻഡ് 43A. പിന്നെ കോമൺ ആയിട്ട് വരുന്നതാണ് 43ഉം 43 എന്ന് പറയുന്നത്. പിന്നെ 43B ആണ് വരുന്നത്. പിന്നെ 44 വരുന്നത് ലിബറൽ ഇൻ്റലക്ച്വലാണ്. 45 അവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ 44ഉം 45 ഇവിടെ വരുന്നുണ്ട്. പിന്നെ 46 ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ, 47 കോമൺ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ 48ഉം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണെങ്കിൽ 40, 43. 40 ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 43, 43B ഒരുമിച്ച് വരുന്നുണ്ട്. പിന്നെ 46, 47, 48 ഇത് 3 ഒരുമിച്ച് വരുന്നുണ്ട്. ലിബറൽ ഇൻ്റലക്ച്വൽ ആണെങ്കിൽ അവസാനം 48, 49, 50, 51 ഒക്കെ ഒരുമിച്ചാണ് വരുന്നത്. പിന്നെ 40, 45ഉം ഒരുമിച്ച് വരുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. 44ഉം 45ഉം 48, 49, 50 ആൻഡ് 51 ഇത് ലിബറൽ ഇൻ്റലക്ച്വലിൽ വരുന്നതാണ്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വെൽഫെയർ ആണ്. വെൽഫെയർ എന്നാണ് 38 ആർട്ടിക്കിൾ. പിന്നെ ലൈവ്ലിഹുഡ് 39, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് 39A ആണ്. പിന്നെ റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ, പബ്ലിക് അസിസ്റ്റൻസ്, ഓൾഡ് ഏജ് സിക്നെസ്, ഡിസേബിൾമെൻറ്റ് ഒക്കെ 41ലാണ് വരുന്നത്. പിന്നെ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ്, വർക്ക് ആൻഡ് മെറ്റേണിറ്റി ലീവ് ഒക്കെ വരുന്നത് 42ലാണ്. ലിവിങ് വേജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നത് നമ്മുടെ 43ലാണ്. പിന്നെ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് അത് വരുന്നത് 43Aയിലാണ്. പിന്നെ പബ്ലിക് ഹെൽത്ത് വരുന്നത് 47 ആണ്. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് 47 എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പബ്ലിക് ഹെൽത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പബ്ലിക് ഹെൽത്ത് ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളാണ്. പിന്നെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ വരുന്നുണ്ട്. അത് പക്ഷേ പ്രൊഹിബിഷൻ ഓഫ് കൺസപ്ഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആൻഡ് ഡ്രഗ് ആണ് വരുന്നത്. അപ്പോൾ അത് പ്രൊഹിബിഷൻ ഓഫ് കൺസപ്ഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആൻഡ് ഡ്രഗ് വരുന്നത് 47 ആണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ വരുന്നുണ്ട്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത്. പബ്ലിക് ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടുഡേ.
ഇനി നമ്മൾ ഗാന്ധി പ്രിൻസിപ്പൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വില്ലേജ് പഞ്ചായത്ത് വരുന്നുണ്ട് 40-ൽ. പിന്നെ കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊമോഷൻ, പിന്നെ പ്രൊമോഷൻ ഓഫ് വോളണ്ടറി ഇൻഫോർമേഷൻ ഓട്ടോണമസ് ഫങ്ഷനിങ് ആൻഡ് ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണത്. പിന്നെ എക്കോണമിക് വീക്കർ സെക്ഷൻ ആൻഡ് SC/ST എക്കോണമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക. അതും 46-ലാണ് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് കൺസപ്ഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആൻഡ് ഡ്രഗ് 47 ആണ് വരുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടർ ഓഫ് കൗ ആൻഡ് കാഫ്, എല്ലാവർക്കും അറിയാം. പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടർ ഓഫ് കൗ ആൻഡ് കാഫ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 48 ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലിബറൽ ഇൻ്റലക്ച്വൽ യൂണിഫോം സിവിൽ കോഡ് വരുന്നത് 44-ലാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആർട്ടിക്കിൾ 51. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 44-ഉം 51-ഉം ആണ്. അത് എന്ന് വെച്ചാൽ ചൈനയുടെ പ്രോബ്ലം വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം 51 ആർട്ടിക്കിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് 51 ആണ്. ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ ന്യൂസിലൊക്കെ വന്നതുകൊണ്ടാണ്. പിന്നെ എൻവറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എൻവറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അത് ആർട്ടിക്കിൾ 48A ആണ് വരുന്നത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷനൊക്കെ 48A-ലാണ് വരുന്നത്. പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ 3 to 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഏർലി എഡ്യൂക്കേഷൻസും പിന്നെ അവരുടെ കെയറും 45-ലാണ് വരുന്നത്. അനിമൽ ഹസ്ബൻഡറി ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 48-ലാണ്. പിന്നെ മോണമെൻറ്റ്, പ്ലേസസ്, ഒബ്ജക്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 49-ലാണ്. ജുഡീഷ്യറിയെ പിന്നെ എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 50-ആണ്. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 38 വെൽഫെയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലിവിങ് വേജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആൻഡ് സോഷ്യൽ കൾച്ചറൽ 43 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ 47 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പബ്ലിക് ഹെൽത്ത്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ എക്കോണമിക് എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റ് ഓഫ് SC/ST വീക്കർ സെക്ഷൻ 46, പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടർ ഓഫ് കൗ ആൻഡ് കാഫ് 48, പിന്നെ 47-ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ലിബറൽ ഇൻ്റലക്ച്വൽ 44 യൂണിഫോം സിവിൽ കോഡ്, പിന്നെ 51 ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 36 to 51-ലാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1937 ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഐഡിയ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, ബോറോ ചെയ്തിട്ടുള്ളത്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കോപ്പി ചെയ്തതാണ്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ചും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചും ചില ആളുകൾ ഇമ്പോർട്ടൻറ്റ് വ്യക്തികൾ പറഞ്ഞ കാര്യം നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഈസ് കണ്ടെയ്ൻ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഈസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പിന്നെ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വിശിഷ്ട വ്യക്തി, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ വിശിഷ്ട വ്യക്തിയാണത്. അവർ പറഞ്ഞത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഇറ്റ്സ് ദ കോൺസെൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പിന്നെ ഡോക്ടർ BR അംബേദ്കർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിനെ മാത്രം കുറിച്ച് പറഞ്ഞത് ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ ആസ് എ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നോവൽ ഫീച്ചറാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ BR അംബേദ്കർ പറഞ്ഞത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ പറഞ്ഞത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഈസ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The directive principle along with the fundamental rights contain philosophy of the constitution and is a soul of the constitution already described ചെയ്തു. ഇനി what is the features of the directive principle of state policy? Directive principle of state policyൻ്റെ ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫ്രേസ് എന്ന് ഡെനോട്ട് ചെയ്യുന്നത് ഐഡിയൽസ് ദാറ്റ് സ്റ്റേറ്റ് ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ ഫോർമുലേറ്റിംഗ് ദ പോളിസീസ് ആൻഡ് എനാക്ടിംഗ് ലോസ്. നമ്മൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അവരുടെ പോളിസി ഫോർമുലേറ്റ് ചെയ്യുമ്പോഴും നിയമങ്ങൾ നിർമ്മിക്കുമ്പോഴും അവരുടെ മൈൻഡിൽ ഇരിക്കേണ്ട ഒരു കാര്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആയിരിക്കണമെന്നാണ്. These are the constitutional instruction or the recommendation to the state in legislature and executive and administrative matters.
ഇതെന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷനാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്ട്രക്ഷനാണ്, റെക്കമെൻഡേഷനാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനും എക്സിക്യൂട്ടീവിനും അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിനും ഒക്കെ നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്ട്രക്ഷനാണ്, അതിൻ്റെ റെക്കമെൻഡേഷനാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ഏറ്റവും ബന്ധമായിട്ട് കിടക്കുന്നതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. According to the article, the term state in the part 4 has same meaning as in part 2 dealing with the fundamental rights. ഈ ആർട്ടിക്കിൾ 36 പ്രകാരം ഈ ടേം സ്റ്റേറ്റ് എന്ന് പറയുന്നത് പാർട്ട് 4ലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതേ മീനിങ് തന്നെയാണ് പാർട്ട് 3യിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡീൽ ചെയ്യുന്ന ആ സ്റ്റേറ്റിൻ്റെ അതേ മീനിങ് തന്നെയാണ് ഈ പാർട്ട് 4ൽ സ്റ്റേറ്റിനെ ഡീൽ ചെയ്യുന്നത്. Therefore it is included in legislative and executive organs of central and state government. അതുകൊണ്ട് ഇത് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഗൻസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ലോക്കൽ അതോറിറ്റീസും ഓൾസോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതർ പബ്ലിക് അതോറിറ്റീസിലും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രിയുടെ പബ്ലിക് അതോറിറ്റി ആണെന്ന് നോക്കിയാലും, പിന്നെ നമ്മളെ ലോക്കൽ അതോറിറ്റീസ് നോക്കിയാലും, സ്റ്റേറ്റ് ഗവൺമെൻറ് നോക്കിയാലും, സെൻട്രൽ ഗവൺമെൻറ് നോക്കിയാലും, അതിൻ്റെയൊക്കെ എല്ലാ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഗൻസിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. The directive principle of state policy resemble the instrument of instruction enumerated in the Government of India Act 1935. The directive principles resemble the instrument of instruction enumerated in the Government of India Act of 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പോലെ തന്നെയാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിലുള്ള ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ പോലെ തന്നെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത്. In the words of Dr. B.R. Ambedkar, the directive principles are like the instrument of instruction which are issued to the Governor General and to the governors of the colonies of India by the British government under the Government of India Act of 1935. ഇതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ചിട്ട് B.R. അംബേദ്കർ പറഞ്ഞൊരു കാര്യമാണ്. നമ്മളിപ്പോൾ അന്ന് ഗവർണർ ജനറലിനും പിന്നെ ഗവർണറിനും ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്ത ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ പോലെ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു. ആക്ട് ഓഫ് 1935ൻ്റെ അണ്ടറിലുള്ള ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് പോലെ തന്നെയാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത്. What is called directive principle is merely another name of the instrument of instruction. ഇതിനെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അനദർ നെയിം ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ദർ ഈസ് എ ഇൻസ്ട്രക്ഷൻ ടു ദ ലെജിസ്ലേറ്റർ ആൻഡ് എക്സിക്യൂട്ടീവ്. ഇതിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനും എക്സിക്യൂട്ടീവിനും ഇതിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. The directive principles constitute a very comprehensive and economic and social and political program for modern democratic state. They must realizing high deals of justice and liberty and equality, fraternity outlined in the preamble of the constitution. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു എക്കോണമിക് ആൻഡ് സോഷ്യൽ പൊളിറ്റിക്കൽ പ്രോഗ്രാമിൻസിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ആണെന്നാണ്. ഒരു മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് നമ്മൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു എക്കോണമിക് ആൻഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാമിലുള്ള ഒരു വെരി കോംപ്രഹെൻസീവ് പ്രിൻസിപ്പിളാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ദ എയിം അറ്റ് റിയലൈസിങ് ദ ഹൈ ഐഡിയൽസ് ഓഫ്, അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റീൻ്റെ ഐഡിയൽസ് ആണ് അതിൽ റിയലൈസ് ചെയ്യുന്നതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിൻ്റെ എയിം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിളിൽ പറയുന്നതാണ് നമ്മൾ ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഒക്കെ ഉള്ളത്, ജസ്റ്റിസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ഐഡിയൽസിൻ്റെ നമുക്ക് റിയലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ദ എംബഡി ദ കോൺസെപ്റ്റ് ഓഫ് വെൽഫെയർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് നോട്ട് ദാറ്റ് ഓഫ് ദ പോലീസ് സ്റ്റേറ്റ് വിച്ച് ഈസ് എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ era and is a brief they seek to establish an economic and social democracy in the country. വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഏറ്റവും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ എറാലുണ്ടായിരുന്ന ഒരു പോലീസ് സ്റ്റേറ്റ് അല്ല
ഇത് വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഇപ്പോൾ ഉള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് നോൺ ജസ്റ്റിക്കബിൾ ഇൻ നേച്ചർ. നോൺ ജസ്റ്റിക്കബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലീഗലി നമുക്ക് കോർട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ദേ ആർ നോട്ട് ലീഗലി എൻഫോഴ്സബിൾ ബൈ ദ കോർട്ട് ഫോർ ദെയർ വയലേഷൻ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ ദ നോൺ ജസ്റ്റിക്കബിൾ ഇൻ നേച്ചർ ദർ ആർ നോട്ട് ലീഗലി എൻഫോഴ്സബിൾ ബൈ ദ കോർട്ട് ഫോർ ദെയർ വയലേഷൻ. നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കോർട്ടിൽ പോവാം. ഇറ്റ്സ് ജസ്റ്റിക്കബിൾ ഇൻ നേച്ചറാണ്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നോൺ ജസ്റ്റിക്കബിൾ ഇൻ നേച്ചറാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് വേണമെങ്കിൽ ഇത് ഉൾപ്പെടുത്താം, വെക്കാം, മാറ്റും ചെയ്യാം. Therefore, the government, central and state and local, cannot be compelled to implement them. Nevertheless, the Constitution of Article 37 itself say that these principles are fundamental in the governance of the country and shall to be duty of the state to apply these principles in making laws. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ലോക്കൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, അവരെ കമ്പൽ ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പക്ഷേ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 37 പറയുകയാണെങ്കിൽ ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അവരുടെ ഒരു കൺട്രിയുടെ ഗവർണൻസിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ്. അതുകൊണ്ട് അവരുടെ ഡ്യൂട്ടിയാണ് ഈ പ്രിൻസിപ്പിൾ ലോ ഉണ്ടാക്കുമ്പോൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. The directive principle through non-justiciable in nature help to court to examine and determine the constitutional validity of the law. അപ്പം ഒരു കോർട്ടിന് ഒരു ലോയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നേച്ചർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ നോൺ ജസ്റ്റിക്കബിൾ നേച്ചർ വെച്ച് സഹായിക്കാൻ പറ്റും. അത് കോർട്ടിനൊരു ഹെൽപ്പാണത്. ഇപ്പോൾ ഒരു ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ ഈ നോൺ ജസ്റ്റിക്കബിൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഈ നോൺ ജസ്റ്റിക്കബിൾ നേച്ചർ ഒരു ഹെൽപ്ഫുൾ കാര്യമാണ്. സുപ്രീം കോർട്ട് മെനി റൂൾസ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോർട്ടിൽ ഒരുപാട് റൂൾസ് ചെയ്തിട്ടുണ്ട്. ഇനി classification of directive principle. The constitution does not contain any classification of directive principle. Constitution അത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല. However, the basis of their content and description they can classify into 3 broad categories. പക്ഷേ അവരുടെ ആ ഒരു കണ്ടന്റിന് ആൻഡ് ഡയറക്ഷന് അനുസരിച്ചിട്ടാണ് ഒരു 3 broad categories ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് സോഷ്യലിസ്റ്റ് ആൻഡ് ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these principles reflect the ideology of the socialism. സോഷ്യലിസത്തിൻ്റെ ഐഡിയോളജി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. They lay down the framework of democratic socialist state and aim providing social and democratic economic justice and to be path towards the welfare of the state. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ വെൽഫെയറിന് വേണ്ടി എക്കോണമിക് ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഈ ഒരു സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ നമുക്ക് ഫ്രെയിംവർക്ക് ചെയ്യുന്നുണ്ട്. To promote the welfare of the people by securing a social order permeated by a justice and social and economic and political and minimize inequality in income, status and facilities and opportunity. ആർട്ടിക്കിൾ 38 സോഷ്യലിസ്റ്റ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അത് പറഞ്ഞാൽ നമ്മൾ പീപ്പിൾസിൻ്റെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. അതെങ്ങനെയാണ്? സോഷ്യൽ ഓർഡറിലൂടെ, ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ എക്കോണമിക് ഓർഡറിലൂടെ, പൊളിറ്റിക്കൽ, പിന്നെ ഇൻകമിൽ, സ്റ്റാറ്റസിൽ, ഫെസിലിറ്റീസിൽ, ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ഇനീക്വാലിറ്റി മിനിമൈസ് ചെയ്തിട്ടാണ് അങ്ങനെ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ നടപ്പാക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. ഇപ്പം ഈ ഒരു പിക്ചർ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല ശരിക്കും. ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഒരാൾ ഇരിക്കുന്നു, ഒരാൾ ചെയ്യുന്നു, പിന്നെ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഈ രീതിയിൽ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത എന്താണെന്ന് നോക്കിയാൽ ദ റൈറ്റ് ടു എഡ്യൂക്കേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ് അടുത്തത്. ഓൾ സിറ്റീസിന് എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ലൈവ്ലിഹുഡ് ഉണ്ടായിരിക്കണം. ഇനി ഇക്വിറ്റബിൾ, അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ റിസോഴ്സസ് ഓൾ കമ്മ്യൂണിറ്റിക്ക് ഒരു മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ രീതിയിലായിരിക്കണം. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രിവെൻഷൻ, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്തത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. എല്ലാവർക്കും ഒരേപോലെ മെൻ ആൻഡ് വുമൺ എന്ന ഡിഫറൻസ് ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഈക്വൽ പേ, ഒരേ വർക്കിന് ഒരേ പേയ്മെൻറ്റ് എന്ന രീതി വേണം.
ഇതാണ് ശരി, ഇത് തെറ്റാണ്. The preservation of the health and strength of workers and children against forcible abuse. അടുത്തത് opportunities of healthy development in children, ആർട്ടിക്കിൾ 439 ആണ്. ഇതാണ് അതിൻ്റെ ഒരു ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ട്, ഓപ്പർച്യൂണിറ്റി ഫോർ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ഇത് to promote the equal justice and provide free legal aid to the poor. ഈക്വൽ ജസ്റ്റിസ് നടപ്പാക്കുക, പിന്നെ പാവപ്പെട്ടവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക. അത് ആർട്ടിക്കിൾ 39A ആണ് പറയുന്നത്. ടു സെക്യൂർ ദ റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് നൽകുക, പിന്നെ അവർക്ക് എഡ്യൂക്കേഷൻ നൽകുക, പബ്ലിക് അസിസ്റ്റൻസ് നൽകുക. അതൊക്കെ ആർക്കൊക്കെയാണ്? അൺഎംപ്ലോയ്മെൻറ്റ് ആയവർക്ക്, പിന്നെ ഓൾഡ് ഏജ്, പിന്നെ സിക്നെസ് ആൻഡ് ഡിസേബിൾമെൻ്റ് ഉള്ളവർക്കൊക്കെ. അത് ആർട്ടിക്കിൾ 41 ആണ് പറയുന്നത്. ഇനി ഇത് to make the provision for just and human condition of work and maternity leave relief. മെറ്റേണിറ്റി ലീവിനെ കുറിച്ചൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 42 ആണ്. പിന്നെ വർക്കിംഗ് കണ്ടീഷൻസ് ഗുഡ് ആയിരിക്കുന്നതൊക്കെ ആർട്ടിക്കിൾ 42 ആണ്. ടു സെക്യൂർ എ ലിവിങ് വേജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ വർക്കേഴ്സ്. എല്ലാ വർക്കേഴ്സിനും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വേണം, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, അങ്ങനത്തെ ലിവിങ് വേജ് ഉണ്ടായിരിക്കണം. പിന്നെ അവർക്ക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് നൽകണം. അതൊക്കെ ആർട്ടിക്കിൾ 43 പറയുന്നത്. ടു ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അവരുടെ വർക്കേഴ്സിന് അതിലെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അതൊക്കെ ആർട്ടിക്കിൾ 43A പറയുന്നത്. ടു റേസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ടു ഇംപ്രൂവ് ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പബ്ലിക് ഹെൽത്തിൽ വരുന്നതാണ്. ഇത് ആർട്ടിക്കിൾ 47 ആണ്. ഇപ്പോൾ നമ്മളെ കുട്ടികളുടെ ന്യൂട്രീഷൻസ്, അമ്മമാരുടെ ന്യൂട്രീഷൻസ്, അത് റൈസ് ചെയ്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അതുകൊണ്ട് നമ്മൾ പബ്ലിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് എടുത്തതാണ് പോഷൻ അഭിയാൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തതാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗാന്ധിയൻ ഐഡിയോളജി ബേസ് ചെയ്തിട്ടുള്ളതാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. ദേ റെപ്രസെൻറ്റ് ദ പ്രോഗ്രാം ഓഫ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇനിഷിയേറ്റഡ് ബൈ ഗാന്ധി ഡ്യൂറിംഗ് ദ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദ ഡ്രീം ഓഫ് ഗാന്ധി. സം ഓഫ് ഹിസ് ഐഡിയൽസ് വർ ഇൻക്ലൂഡഡ് ഇൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. They are required to the state. അപ്പോൾ ഡ്രീംസ്, ഗാന്ധിയുടെ ഡ്രീംസ് ആണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസിയിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. ടു ഓർഗനൈസ് എ വില്ലേജ് പഞ്ചായത്ത് ആൻഡ് എൻഡോ ദം വിത്ത് ദ നെസസറി പവേഴ്സ് ആൻഡ് അതോറിറ്റി ടു എനേബിൾ ദം ടു ഫംഗ്ഷൻ ഓഫ് യൂണിറ്റ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. വില്ലേജ് പഞ്ചായത്തിൻ്റെ ഓർഗനൈസേഷനാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ആവശ്യം വേണ്ട പവേഴ്സ് ആൻഡ് അതോറിറ്റി നൽകുക, അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പവേഴ്സ് ആൻഡ് അതോറിറ്റി നൽകുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് ടു പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രി ഓൺ ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേഷൻസ് ബേസിസ് ഇൻ റൂറൽ ഏരിയാസ്. ആർട്ടിക്കിൾ 43 ആണ് പറയുന്നത്. കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓരോ ഇൻഡിവിജ്വൽസിനും പിന്നെ കോർപ്പറേഷൻ ഒരു കോപ്പറേറ്റീവ് മോഡലിൽ അവർ കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷൻ എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്, അതാണ് അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 43 ആണ്. അടുത്തത് ടു പ്രൊമോട്ട് ദ വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമസ് ഫങ്ഷനിങ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത് 43B ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കേന്ദ്ര മന്ത്രാലയത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീന് വേണ്ടിയിട്ട് ഒരു മന്ത്രാലയം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 43B ആണ് പറയുന്നത്. അത് നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉള്ള ഒരു വർക്കിംഗ് കണ്ടീഷനോ അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെയാണ് അതിൽ പറയുന്നത്. ടു പ്രൊമോട്ട് ദ എഡ്യൂക്കേഷൻ ആൻഡ് എക്കോണമി, SC ST ആൻഡ് വീക്കർ സെക്ഷൻ്റെ ഒക്കെ എക്കോണമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതുള്ളത് ആർട്ടിക്കിൾ 46 ആണ്. ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യണം. അതെന്താണ് നമുക്കറിയാം. ഈ വീക്കർ സെക്ഷനൊക്കെ ഇപ്പോൾ 10% റിസർവേഷൻ നൽകിയതൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ 46. പിന്നെ SC STയുടെ എഡ്യൂക്കേഷണൽ എക്കോണമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതും ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ പ്രോഹിബിറ്റ്, അടുത്തത് 47 ഇസ് ഇമ്പോർട്ടൻറ്റ്. 47 prohibit the consumption of intoxicating drinks and drugs. ഹെൽത്തിന് ഹാനികരമാവുന്ന ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സിനെ അതിൻ്റെ കൺസപ്ഷനെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളത് ആർട്ടിക്കിൾ 47 ആണ്. പക്ഷേ ഈ ഒരു കോവിഡ് കാലത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ടു പ്രൊഹിബിറ്റ് ദി സ്ലോട്ടർ ഓഫ് കാവ്സ് ആൻഡ് അതർ മിൽച്ച് ആൻഡ് ഡ്രോട്ട് കാറ്റിൽ ടു ഇംപ്രൂവ് ദെയർ ബ്രീഡ്സ്. ആർട്ടിക്കിൾ 48 ആണ് അതിനെക്കുറിച്ച് പറയുന്നത്. കന്നുകാലികളെ കൊല ചെയ്യുന്നത്, അവരെ
കൊല ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 48 ആണ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്. ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ, ദിസ് പ്രിൻസിപ്പിൾ ഇൻക്ലൂഡ് ഇൻ ദ കാറ്റഗറി റെപ്രസെൻറ്റ് ദ ഐഡിയോളജി ഓഫ് ദ ലിബറലിസം ദ ഡയറക്ട് ദ സ്റ്റേറ്റ് സെക്യൂർ ഫോർ ഓൾ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. യൂണിഫോം സിവിൽ കോഡ് എല്ലായ്പ്പോഴും നമുക്കറിയാം, അത് ആർട്ടിക്കിൾ 44 ആണ്. എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു രീതി. To provide early childhood care and education for all children until they complete the age of 6 years. അപ്പോൾ 6 years ആവുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് കംപ്ലീറ്റ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നൽകുന്നത് ഒക്കെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 45 ആണ് പറയുന്നത്. ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്, ആർട്ടിക്കിൾ 48 ആണ് പറയുന്നത്. എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫിനെ സേഫ് ഗാർഡ് ചെയ്യുക, അത് വരുന്നത് ആർട്ടിക്കിൾ 48 ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടു പ്രൊട്ടക്ട് ദ മോണമെൻറ്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്റ്റ്, ആർട്ടിസ്റ്റിക്സ് or historic interest which is declared to be national importance. നാഷണൽ ഇമ്പോർട്ടൻസ് ആണ് ഡിക്ലെയർ ചെയ്ത മോണമെൻറ്റ്സിനെയും പ്ലേസസിനെയും ഒബ്ജക്റ്റിനെയും ഒക്കെ ആർട്ടിസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ള ഒബ്ജക്റ്റിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 49 ആണ്. പിന്നെ സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് ഇൻ പബ്ലിക് സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ്, ആർട്ടിക്കിൾ 15. And to promote the international peace and security and maintain just and honorable relation between the nations is very important. നമ്മൾ ചൈനയും പാകിസ്ഥാനായിട്ടുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ടു ഫോസ്റ്റർ റെസ്പെക്ട് ദ ഇൻ്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻ ആൻഡ് ടു എൻകറേജ് സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ബൈ ആർബിട്രേഷൻ. നമ്മളുടെ രീതി എന്ന് പറയുന്നത് ആർബിട്രേഷനിലൂടെ നമ്മൾ ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട്സിനെ സെറ്റിൽമെൻറ്റ് ചെയ്യുക, അത് എൻകറേജ് ചെയ്യുകയാണ് നമ്മൾ